കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മണിമാളികയുടെ മുന്നിൽ നാട്ടുകാരെല്ലാം കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് നാട്ടുകാരുടെ ഒരാള് ആ വീഡിയോസ് എടുത്ത് കാണിക്കുന്നത് ഉണ്ണിമോളുടെയും ഗിരിദേവന്റെയും അവരുടെയും വീഡിയോസ് ആയിരുന്നത്. അത് ന്യൂസിനകത്തൊക്കെ വന്നതാണ്. കിഴക്കേ പാതിലിന് ശാപമോഷം കൊടുത്ത കഥയൊക്കെയായിരുന്നു അതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലീല പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ കുട്ടികൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എൻ്റെ ജീവനെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേന്ന് പറയാം. അപ്പൊ നാരായണേട്ടൻ പറഞ്ഞു, ശരിയാ, ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഈ മണിമാളികയ്ക്ക് ശാപമോഷം കിട്ടും. പക്ഷെ ആര് പോയി കൂട്ടിക്കൊണ്ട് വരും? അത് മാത്രമല്ല, ഈ മണിമാളികയുടെ ചരിത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കത്തില്ല. ഈ സമയം സുര പറഞ്ഞു, ഞാൻ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാം. ലീല പറഞ്ഞു, ഞാനും വരാൻ മോനെ, എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം നാരായണേട്ടൻ പറഞ്ഞു, എത്രയോ കാലങ്ങളായി ഈ മണിമാളിക ഇങ്ങനെ ഈ ശാപവും വേറെ ഇരിക്കണേ, പേടി സ്വപ്നമായിട്ടിരിക്കുന്നേ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ശാപമോഷം കിട്ടിയാൽ മതിയായിരുന്നു. എത്ര പ്രഗത്ഭരായ പൂജാരിമാരൊക്കെ വന്ന് പൂജ ചെയ്തൊക്കെ നോക്കിയതാ, എത്ര കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയതാ, എന്നിട്ടോ ഈ മണിമാളികയ്ക്ക് ഒരു ശാപമോഷം കിട്ടിയോ എന്ന് ചോദിച്ച് നാട്ടുകാരൊക്കെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരിദേവനും ബാബരും ഉണ്ണിമോളും കൂടി ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ജയന്തനും കല്ലും കൂടെ വരുന്നേ. ജയന്തൻ വന്നിട്ട് പറഞ്ഞു, എന്നാലും എനിക്കാണെങ്കിൽ എപ്പോഴും അത്ഭുതം തോന്നും ഓർത്ത് കഴിയുമ്പോൾ. എന്താ ജയന്തൻ ചേട്ടാ? അല്ല, ഞാൻ എങ്ങനെ അത് പണിതെന്ന്, ആ ആടയാഭരണങ്ങളെ, അയ്യപ്പസ്വാമിക്കുള്ള ആഭരണങ്ങൾ എങ്ങനെ പണിതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യമാണ്. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ഇതുവരെയായിട്ടും ഒരു പണിയായുധങ്ങളും ആഭരണങ്ങളൊന്നും പണിയാനുള്ള ഒരു ആയുധങ്ങൾ പോലും കൈകൊണ്ട് തൊടാത്ത ഞാനാണ്. ഞാൻ അത്ര വേഗത്തിൽ തന്നെ, അത് ഒരു രാത്രി കൊണ്ട് ഇത്ര മനോഹരമായിട്ട് ആ ആഭരണങ്ങൾ പണിത്. ഒരു പക്ഷേങ്കിൽ എൻ്റെ അച്ഛന് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നു, പക്ഷേങ്കിൽ എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ പിടിച്ച് ആരോ ചെയ്യിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ടായിരിക്കും അല്ലേന്ന്. അത് ശരി തന്നെയാ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ സാധിച്ചത്. ഇത്രയും കാലം വെറും കള്ളനായിട്ട് നടന്ന ഞാനാ ഇത്ര പെട്ടെന്ന് എനിക്ക് ഇത്രമാത്രം മാറ്റം ഉണ്ടായത്. അപ്പൊ കല്ലുവിനും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കല്ല് പറഞ്ഞു, ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങ് വന്നതിന് ശേഷം ഈ സൗഭാഗ്യങ്ങളൊക്കെ കൈവന്നേന്ന് പറയാം. അപ്പോഴാണ് ദേവകിയമ്മ അങ്ങോട്ട് വരുന്നത്. ദേവകിയമ്മേനെ കണ്ടതും ഉണ്ണിമോള് പറഞ്ഞതേ, മുത്തശ്ശി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് ജയന്തൻ ചേട്ടൻ എന്ന് പറയണം. എനിക്ക് മനസ്സിലായി, ഉണ്ണിമോൾ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ജയന്തന് വല്ലാത്തൊരു ചമ്മല്. അല്ല, ഉണ്ണിമോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളനാന്നൊക്കെ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാ കഥകളും അറിയാന്ന് പറയാ. അതിനെന്തിനാ ജയന്തൻ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇപ്പൊ ജയന്തൻ കള്ളനല്ലോ, ഇപ്പൊ ജയന്തൻ ശില്പിയല്ലേ എന്ന് ചോദിക്കുക. അത് ശരിയാ, എന്നാലും ഇല്ല, ധൈര്യമായിട്ടിരിക്കെ. വാൽമീകിയുടെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ, ഒരു കള്ളനല്ലായിരുന്നോ? പിന്നീട് അല്ല വാൽമീകി പ്രശസ്തനായത്. എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോരാത്തന് ഗിരിദേവനും ബാബരും ഒക്കെ അല്ലേ അങ്ങോട്ട് വന്നത്. ഗിരിദേവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് അറിയാവുന്ന കാര്യമില്ല. എനിക്ക് മാത്രമല്ല, ഉണ്ണിമോൾക്കും ബാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തേ. ആ സമയം ജയന്ത പറഞ്ഞു, ശരിയാണ്, എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ശില്പങ്ങൾ പോലും ഇന്നേ വരെ പണിയാത്ത ഞാനാണ് തിരുഭാവനങ്ങൾ അത്ര മനോഹരമായിട്ട് പണിതേ. അതോടുകൂടി എല്ലാവരും ആരാ ആ തിരുഭാവനം പണിതതെന്ന് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് പോലും അത്ഭുതം തോന്നി തുടങ്ങിയെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ പഴയ കള്ളനൊന്നും അല്ല, ഇപ്പൊ നല്ല ഒന്നാം തന്നെ ഒരു ശില്പി തന്നെയാന്ന് പറയാണ്. ഈ സമയം ജയൻ പറഞ്ഞു, എന്തായാലും കള്ളൻ എന്നൊരു പേര് എല്ലാവരുടെയും മനസ്സിൽ കാണില്ലെന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നും വിചാരിക്കുക പോലും വേണ്ട. ഒന്ന് ഓർത്തു നോക്കിയേ, അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? ബാവരല്ലേ? ബാവര ആരായിരുന്നു നേരത്തെ? കള്ളനല്ലായിരുന്നോ? പക്ഷെ ആ കള്ളനെ അയ്യപ്പസ്വാമി നന്നാക്കി എടുത്തില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഒന്ന് കൂട്ടിയാൽ മതി. അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ജയന്തൻ ഈ സൗഭാഗ്യങ്ങളൊക്കെ കൈവന്നേ. ഇനി വീണ്ടും അങ്ങനെ ആവാതിരുന്നാൽ മതി എന്ന് പറയാ. പെട്ടെന്ന് കല്ല് പറഞ്ഞു, നല്ല കഥയെ, ഇനി അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പോയിട്ടുണ്ടല്ലോ, എന്റെ കൈ നിനി കണ്ടോ, ജയന്തൻ തല്ലുകൊണ്ട് ചാകുള്ളെന്ന് പറയാണ്. അങ്ങനെ അവരത് പറഞ്ഞ് ചിരിക്കുവാണ്. ഈ സമയത്ത് സുരയും ലീലയും കൂടെ ഒരു വണ്ടി വിളിച്ച് നേരെ കിഴക്കേവാതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഉണ്ണിമോളം ഗിരിദേവനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അവിടെ മടങ്ങുവാണ്. അങ്ങനെ കാറിൽ തിരികെ വരുന്ന വഴി പറഞ്ഞു, എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിഴക്കേവാതിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ കുറിച്ചൊക്കെ അവരെത്ര വലിയ സന്തോഷത്തോടെ പറഞ്ഞ്, അവർക്കൊക്കെ എന്ത് കാര്യം ആ കുട്ടികളെ. കാരണം
ഒരു നാടിന്റെ ശാപം തന്നെ അവർ മാറ്റിയത്. അവർക്ക് അത്ര സ്നേഹം ആ കുട്ടികളോട്. ഒരു പക്ഷെ ആ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ മണിമാളികളുടെ ശാപം മാറുമായിരിക്കും. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേന്ന് പറയാം. ഈ സമയം അയാൾ ഡ്രൈവർ പറഞ്ഞു അതൊക്കെ ശരി തന്നെ, പക്ഷെ ആ കുട്ടികൾ വരുമോ? കാരണം ആ കുട്ടികൾ വരണമെങ്കിൽ ആ മണിമാളയെക്കുറിച്ച് ചരിത്രങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമോയെന്ന് ചോദിക്കാം. അത് ശരി തന്നെയാ. ഈ സമയം സുര പറഞ്ഞു എനിക്ക് എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല, അവരെ കൊണ്ട് പോയേ മതിയാവുള്ളൂ, എനിക്ക് എൻ്റെ ജീവനെ രക്ഷിക്കണമെന്ന് പറയാ. ഇങ്ങനെ പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു കിഴക്കേവാതിലേക്ക്. ഒരു പക്ഷേങ്കിൽ അവര് ചിലപ്പോ ആ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ ആയിരിക്കും കാണുന്നത്. അവിടെയാന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത്ര ദൂരം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത്ര സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു പറയാ. അത് സാരമില്ല, അവിടെ പോയതുകൊണ്ടല്ലേ ആ നാട്ടുകാരൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളും കൂടെ നമുക്ക് അറിയാൻ പറ്റിയെന്ന് ലീല പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും ഗിരിദേവനും ഭാവരും ജയന്തനും കല്ലും എല്ലാവരും കൂടെ നടക്കുവാണ്. ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് നേരെ ഒരു വീണ്ടും അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ജയന്തനെ തിരുമേനി കണ്ടിട്ടുണ്ടായിരുന്നു. തിരുമേനിക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ജയന്തനോട് പറയാനുണ്ടായിരുന്നേ. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും തിരുവാഭരണം ആരാ പണിതെന്ന് ചോദിച്ചെന്ന്. അതൊക്കെ കേട്ട് ജയന്തന് ഭയങ്കര സന്തോഷമായി. ജയന്തൻ തിരുമേനിയോട് പറഞ്ഞു അയ്യപ്പസ്വാമിക്കുള്ള ആഭരണം ഞാനാ പണിതെങ്കിലും അത് അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ട് ഒന്നു മാത്രമാണെന്ന് പറയാണ്. തിരുമേനി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, ഇവിടുത്തെ അയ്യപ്പസ്വാമി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പണിയാൻ പറ്റിയെന്നൊക്കെ. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഉണ്ണിമോളുടെയും ഗിരിദേവനോടും ദേവകിയമ്മയുടെ ഒക്കെ ജയന്തൻ പറയുവാണ്. തിരുമേനി പറഞ്ഞ കാര്യങ്ങളും അത് മാത്രമല്ല നാട്ടുകാരൊക്കെ ഇപ്പൊ തന്നെ വലിയ ബഹുമാനത്തോടു കൂടിയാ നോക്കണേന്നൊക്കെ. ദേവകിയമ്മ പറഞ്ഞു നല്ലൊരു കാര്യമല്ലേ അത്, ജയന്തൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമാണോ? അല്ല, ഒരിക്കലും പോലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്. എന്റെ അച്ഛൻ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ അച്ഛന്റെ മകനല്ലേ, അപ്പൊ എന്റെ രക്തത്തിലും അതിൻ്റെതായ ഒരു കല അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര പെട്ടെന്ന് തിരുവാഭരണം പണിയാനായിട്ട് സാധിച്ചേ. അതുമാത്രമല്ല അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷോ. ഗിരിദേവൻ പറഞ്ഞു ശരിയാ ജയന്തൻ ചേട്ടൻ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു അതെ ഗിരിദേവൻ കൂടെയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനെ എപ്പം തൊഴണ്ടേന്ന് പറയാണ്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഏയ് അത് വേണ്ട അത് വേണ്ട, എന്നെയല്ല, അതേ അവിടെ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ, അയ്യപ്പസ്വാമിനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി, അദ്ദേഹം വിഘ്നങ്ങളൊക്കെ മാറ്റി തരൂന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുരയും ലീലയും ഡ്രൈവറും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരങ്ങോട്ട് വരുമ്പം കണ്ടു ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സുര പറഞ്ഞത് ആ കുട്ടികളെല്ലാം ഇരിക്കണമെന്ന് ചോദിക്കണം. ശരിയാണല്ലോ അവരാണ്, ഇതേ വണ്ടി നിർത്തുന്ന പറയാണ്. ഡ്രൈവർ വണ്ടി നിർത്തി. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിങ്ങനെ നേരിട്ട് എന്ന് അവരോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷെ നമ്മുടെ കൂടെ വന്നെന്ന് ഇരിക്കില്ലെന്ന് ഡ്രൈവർ പറയാം. അത് ശരിയാ, അപ്പൊ എന്താ അവര് പോകുമ്പഴി? ലീല പറഞ്ഞു സുരയോട് മോൻ്റെ ഒന്നും മിണ്ടണ്ട കേട്ടോ അവരോട്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അവരോട് സംസാരിച്ചോളാം, എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഒരു പക്ഷേങ്കിൽ നമ്മൾ നേരായ വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരാൻ വഴിയില്ല. കാരണം മണിമാളിയൊക്കെ ചരിത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളല്ലേ, അവർ ചിലപ്പം അവർക്ക് ഭയങ്കര പേടിയായി പോവും. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. പിന്നീട് അവരെ നേരെ ഉണ്ണിമാടൻ ഗിരിദേവന്റെയൊക്കെ അടുത്തേക്ക് എത്തുകയാണ്. ഈ സമയം ജയന്തനും കല്ലും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവരെ എത്തി അവരുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് ജയന്തനോട് ചോദിച്ചു അല്ല നിങ്ങളല്ലേ അയ്യപ്പസ്വാമിക്കുള്ള ആഭരണങ്ങളൊക്കെ പണിതെന്ന് ചോദിക്കുക. അതെ. ആ ശില്പി നിങ്ങളല്ലേ ചോദിക്കുക. അതെ. അല്ല നിങ്ങളാരാ? ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരുവാന്ന് പറയാം. അതെ എൻ്റെ ഒരു പഴയ തറവാടാ, ആ തറവാട്ടില് ഒരു ഓട്ടുമണിയുണ്ട്, അപ്പൊ ആ ഓട്ടുമണി ഒന്ന് പുതുക്കി പണിയണം, അപ്പൊ അത് നിങ്ങളെ കൊണ്ട് പണിയിക്കണം, അതിനു വേണ്ട ഞാൻ ഇത്ര ദൂരം വന്നേന്ന് പറയാണ്. ഇത് കേട്ടത് ഗിരിദേവനും ബാവരും പരസ്പരം നോക്കുവാണ്. നോക്കി ഒന്ന് പുഞ്ചിരി തൂകുവാണ്. ഉണ്ണിമോൾക്കോ ദേവയമ്മയ്ക്കോ കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. ഈ സമയം ജയന്തൻ ചോദിച്ചു ഓട്ടുമണിയോ? അല്ല അത് ഞാൻ പുതുക്കി പണിയാനാ. അതെ ഒരു വലിയൊരു ഓട്ടുമണിയാണ്, കുറെ വർഷങ്ങളായിട്ടുള്ളതാ. അല്ല നിങ്ങൾ എന്തിനാ അത് പുതുക്കി പണിയുന്നേ? അന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി, ആ ഓട്ടുമണി അങ്ങോട്ട് മാറിയാ പോരെ, ഇപ്പൊ പുതിയതായിട്ട് ഇഷ്ടം പോലെ ഓട്ടുമണികളൊക്കെ കടയിൽ കിട്ടും. പിന്നെന്താ അതങ്ങനെ മാറാൻ പറ്റില്ല, അതുകൊണ്ട് പുതിയൊരു ഓട്ടുമണി തന്നെ പണിയണം. കാരണം അത് ഒത്തിരി പാരമ്പര്യമായിട്ടുള്ളതൊന്നാണ്, അതിന്റെ ആ പ്രൗഢി അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാ പറഞ്ഞ അതിങ്ങനെ ഇനിയിപ്പോ കൊടുക്കാനൊന്നും പറ്റത്തില്ല, ആ ഓട്ടുമണി തന്നെ ഞങ്ങൾക്ക് വേണം. അപ്പൊ അത് ജയന്തനം കൊണ്ട് പണിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാ, സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുമോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജയന്തൻ പറഞ്ഞു അതിനിപ്പം ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ആരെ കൊണ്ടല്ലേ ഇത് പണിയിച്ചാൽ പോരേന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ജയന്തൻ ചേട്ടാ, ജയന്തൻ ചേട്ടൻ ഇതിനു മുമ്പ് ശില്പി എന്നുള്ള പേരെടുത്തു ആഭരണങ്ങളൊക്കെ പണിത്, പക്ഷേങ്കിൽ അത് ജയന്തൻ ചേട്ടൻ അച്ഛന്റെ കഴിവും കൂടെ കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇപ്പൊ ജയന്തൻ ചേട്ടനായിട്ട് അയ്യപ്പസ്വാമി ഒരു അവസരം തന്നിരിക്കുക സ്വന്തം കഴിവ് തെളിയിക്കാനായിട്ട്. ഒരു പക്ഷേങ്കിൽ നമ്മളൊരു പണി കിട്ടിക്കുമ്പോൾ ചെറുതോ വലുതോ നോക്കേണ്ട ആവശ്യമില്ല, എത്ര ചെറുതാണെങ്കിലും നമ്മുടെ കഴിവ് നമ്മൾ അതിൽ തെളിയിക്കണം. ഇപ്പൊ ഈ ഓട്ടുമണി ഒരു പക്ഷേ
ജയന്തൻ ചേട്ടൻ പുതുക്കി പണിയുന്നതോടുകൂടി ജയന്തൻ ചേട്ടൻ തലവര തന്നെ മാറുമെന്ന് പറയാം. ഇത് കേട്ടാൻ ജയന്തൻ അനുഭവത്തോടു കൂടി ഗിരിദേവനെ നോക്കണം. ഗിരിദേവൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ശരി, എങ്കിൽ ഞാൻ വരാന്ന് പറയാണ്. ഈ സമയത്ത് സുര ഇങ്ങനെ നോക്കി നിൽക്കുക. സുര പെട്ടെന്ന് ചോദിച്ചു, അല്ല നിങ്ങളും കൂടെ വരുമോ ആ കൂടെ എന്ന് ചോദിക്കുക. നിങ്ങളൂടെ വന്നാല് എന്റെ ജീവനെ രക്ഷിക്കാനായിട്ട്. ഇത്ര പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ലീല പറഞ്ഞു, ഡേ സുര നീ എന്താ പറയണേന്ന് ചോദിക്കുക. ഒരു നിമിഷം സുര നിർത്തി. അല്ല കല്ലി ചോദിച്ച്, എന്താ കുട്ടി പറഞ്ഞത്? ഏതോ ജീവൻ രക്ഷിക്കുന്ന കാര്യം എന്താ പറഞ്ഞേ? അവൻ ഇങ്ങനെ ഇടയ്ക്ക അവന്റെ കൂട്ടുകാരുടെ കാര്യമാണ് പറഞ്ഞത്. അവന് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാ. അപ്പൊ കൂട്ടുകാരെ ഒത്തിരി ചങ്ങാതിമാരൊക്കെ അവനുണ്ടേ. അപ്പൊ ഇവരും കൂടെ വരുവാണെങ്കിലേ അവര് കൂട്ടാവൂലോ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞേ. ഈ ഓട്ടുമണിയുടെ പണി തീരുന്നോടം വരെ ഈ കുട്ടികളും കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിലേ ഇവനും ഒരു കൂട്ടാവും. അതാ ഉദ്ദേശിച്ചെന്ന് പറയണോ? ഓ അങ്ങനെയാണോന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഗിരിദേവനും വാവനും പരസ്പരം നോക്കി പുഞ്ചിരി തോന്നുന്നുണ്ട്. അപ്പോഴെല്ലാം മരത്തിലൊരു കുരങ്ങനിരുന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെയാണോ? എങ്കിൽ ഞങ്ങൾ വരാം. അല്ല ഉണ്ണിമോൾക്ക് വരാൻ പറ്റില്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോള് ചോദിച്ചു, മുത്തശ്ശി സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഗിരിദേവന്റെയും വാവരുടെയും കൂടെ വരാമെന്ന് പറയാണ്. ഈ സമയം ദേവികൻ പറഞ്ഞു, അല്ല ഗിരിദേവനും വാവരും ഉണ്ട്, എനിക്കെന്താ കുഴപ്പം? ഉണ്ണിമോൾ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം. അങ്ങനെ ഉണ്ണിമോൾക്ക് സന്തോഷമായി. അങ്ങനെ ഗിരിദേവന് വാവരെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അവരെങ്ങനെ യാത്ര തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളായി നമ്മൾ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ ഇനി മണിമാളിയിൽ ചെല്ലുന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ? അപ്പൊ എല്ലാവർക്കും അതിന്റെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.